വിഴിഞ്ഞം പദ്ധതിയുടെ പേരിലുള്ള പോര് അവസാനിക്കാതെ തുടരുകയാണ്. വിഴിഞ്ഞം പദ്ധതി നടത്തിപ്പിൽ നല്ല തരത്തിലുള്ള ഇടപെടൽ ദിവ്യ എസ് അയ്യരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നുവെന്നാണ് CPIMൻ്റെ ചില നേതാക്കൾ പറയുന്നത്. അതിനെ തള്ളിപ്പറഞ്ഞ് അതേ പാർട്ടിയിലെ തന്നെ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഓരോ സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോഴും ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ആരൊക്കെ ഏതൊക്കെ വകുപ്പ് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട സർക്കാരും ആയിരിക്കുമെന്നാണ് CPIMൻ്റെ ചില വനിതാ നേതാക്കൾ പറയുന്നത്, പ്രത്യേകിച്ചും ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ളവർ. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട എന്നാണ് KK ശൈലജ ടീച്ചർ പറഞ്ഞത്. അങ്ങനെ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് വീണ്ടും വിഴിഞ്ഞം പദ്ധതി എത്തിച്ചേരുകയാണ്. അദാനിക്ക് അല്ലെങ്കിൽ അദാനിയുടെ ഓഹരി MSCക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് വലിയ തരത്തിൽ വാക്പോരായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. അദാനിയുടെ കൈവശമുള്ള ഷെയറിൻ്റെ അല്ലെങ്കിൽ അദാനി പോർട്ടിൻ്റെ കൈവശമുള്ള ഷെയറിൻ്റെ 49% ഓഹരികളും MSC എന്ന വിദേശ കമ്പനിക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നതായിരുന്നു പ്രഖ്യാപനം. എന്നാൽ സർക്കാർ അറിയാതെയുള്ള നീക്കം, അതിനു പിന്നിൽ ചില രഹസ്യ അജണ്ടകൾ ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുമൊക്കെ ആരോപണം ഉന്നയിച്ചു. എന്നാൽ ആ ആരോപണങ്ങളെ അപ്പാടെ തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ. നിലവിൽ ആ വിഷയങ്ങൾ അല്ലെങ്കിൽ ഓഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥയെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ്. വികസനത്തിനും അപ്പുറം ആര് ഭരിക്കണം അല്ലെങ്കിൽ പോർട്ടിൻ്റെ ദൈനംദിന കാര്യങ്ങൾ ആര് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾ വരുന്നത്. അദാനി പോർട്ടുമായി ബന്ധപ്പെട്ട് ചില നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആ നിയമലംഘനങ്ങൾ നടന്നിരുന്ന സമയത്ത് കൃത്യമായും ദിവ്യ എസ് അയ്യർ എന്ന IAS ഉദ്യോഗസ്ഥ ഇടപെട്ടിരുന്നുവെന്നും അവർ അദാനി പോർട്ടിൻ്റെ ചുമതലക്കാർക്ക് പിഴ ചുമത്തിയിരുന്നുവെന്നും ഒക്കെയാണ് പറയുന്നത് CPIMൻ്റെ ചില നേതാക്കൾ. എന്നാൽ ഇപ്പോൾ വന്ന ആൾ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന MD ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് പോലും ചില സൂചനകൾ നൽകുന്നുണ്ട്. പക്ഷേ അതിനുമപ്പുറം എന്തിനാണ് ഒരു IAS ഉദ്യോഗസ്ഥയുടെ പേരിൽ ഇങ്ങനെ പോരുമുറുക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറം രാജ്യത്ത് ഒരു വികസനം, അതെല്ലാവരും തെരഞ്ഞെടുപ്പിന് മുമ്പും പിൻപുമൊക്കെ പറയുന്ന വാക്കുകളാണ്. വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ്, കേരളത്തിൻ്റെ മുഖമുദ്രയാണ്. മാത്രവുമല്ല UDF സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പല വികസന പദ്ധതികളും വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടാണ്, പ്രത്യേകിച്ചും സമുദ്രവുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ. അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ചെറിയ ചെറിയ ചില അസൂയ പോലുള്ള വാക്കുകൾ, ചില ചെറിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഇതൊക്കെ ഉയർന്നു വരുന്നത്. എന്തായാലും ഉയർന്നു വന്ന അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉയർത്തിയ ആളുകളുടെ ഭാഗത്തുള്ള നേതാക്കന്മാർ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് വിഭാഗീയതയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല പ്രശ്നം. വികസനമായി തന്നെ മുന്നോട്ട് പോകണം. അതിനുമപ്പുറത്തേക്ക് മറ്റ് ഇടപെടലുകളുടെ ആവശ്യം ഇല്ല എന്നാണ് CPIMൻ്റെ നേതാക്കൾ തന്നെ പറയുന്നത്. ഓഹരി കച്ചവടം എന്നായിരുന്നു MSC അതുപോലെ തന്നെ അദാനി പോർട്ടുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ അങ്ങനെ എളുപ്പത്തിലൊന്നും ഓഹരി കച്ചവടം നടത്താൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത്. സർക്കാർ അറിയണം, സർക്കാരിൻ്റെ അനുമതി വേണം, ചില നിയമങ്ങളിൽ മാറ്റം വരുത്തണം, എന്നാൽ മാത്രമേ അദാനി പോർട്ടിൻ്റെ ചുമതലക്കാർക്ക് അവരുടെ ഓഹരികൾ മറ്റ് സ്ഥാപനങ്ങൾക്ക് നൽകാൻ കഴിയുകയുള്ളൂ. അതിനുമപ്പുറം ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്തായാലും ഓഹരി കച്ചവടം കഴിഞ്ഞു. ഇപ്പോൾ ചില ഉദ്യോഗസ്ഥരെ ചൊല്ലിയും അല്ലെങ്കിൽ അദാനിയുടെ തുറമുഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പുതിയ വാദപ്രതിവാദങ്ങളായി ഉയരുന്നത്. അതും ഒരേ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ. എന്തായാലും CPIMൻ്റെ വനിതാ നേതാക്കളായ ശ്രീമതി ടീച്ചറും ഒപ്പം ശൈലജ ടീച്ചറുമൊക്കെ പറഞ്ഞൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. ഓരോ സർക്കാരും മാറി മാറി വരുമ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാനുള്ള അധികാരവും അവകാശവുമുണ്ട്. EP ജയരാജനാകട്ടെ CPIMൻ്റെ നേതാവാണ്. അദ്ദേഹം പറഞ്ഞതാകട്ടെ, വികസനം അതിൻ്റെ വഴിക്ക് പോകട്ടെ,
തൽക്കാലം വികസനത്തിനെതിരെ ഒരു ആരോപണവും ഉന്നയിക്കാൻ ഇല്ല എന്ന് അദ്ദേഹവും പറഞ്ഞു. അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് തന്നെ രണ്ടഭിപ്രായം, രണ്ട് വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. എന്തായാലും അദാനി പോർട്ടും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം, ഒപ്പം മുഖ്യമന്ത്രിയുടെ ലക്ഷ്യവും. വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോഴാണ് ചില അല്ലറ ചില്ലറ ഈ സ്വരങ്ങൾ അല്ലെങ്കിൽ അപസ്വരങ്ങളൊക്കെ ഉയരുന്നത്. വരും ദിവസങ്ങളിലും ഈ വിഷയങ്ങൾ ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത. കാരണം വിഴിഞ്ഞം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വികസന പദ്ധതിയാണ്. ഒപ്പം വിഴിഞ്ഞം ആരുടേതാണ് അല്ലെങ്കിൽ ആര് നടപ്പിലാക്കിയതാണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യവുമുണ്ട്.